നമ്മളെ പ്രസംഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. പ്രസംഗം എന്ന് വെച്ചാല് പാട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ജന്മന അങ്ങനെ വരുന്നൊരു സാധനമാണ്. പിന്നെ നമ്മളതിങ്ങനെ മുറിച്ചു കൂട്ടി ഉണ്ടാക്കണമെന്നാണ്. പക്ഷെ പ്രസംഗം അങ്ങനെയല്ല. പ്രസംഗം ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷെ എല്ലാവരും മെനക്കെടൂല. മെനക്കെട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെല്ലാവർക്കും വേണ്ടി വരും. അതാണ് പ്രസംഗത്തിൻ്റെ ഒരു പ്രശ്നം. നമ്മളെല്ലാവർക്കും വേണ്ടി വരും. നമ്മളെ എവിടെ അവതരിപ്പിച്ചാലും നമ്മളെ സംസാരത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. കാരണം ഇപ്പം നിങ്ങൾ ആരെടുത്തോ, ഏത് സംഘടനയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ രാജ്യത്തിൻ്റെതാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എവിടെ നോക്കിയാലും പ്രസംഗം പറയുന്നവർക്ക് കൂടുതലുണ്ടാവും. കാരണം അവരുടെ വാക്കിന് മൂർച്ചയുണ്ട്. അങ്ങനെയുള്ളവർ എന്താക്കുള്ളൂ എന്ന് അറിയാം, ഓർക്കപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളങ്ങനെ മരിച്ച് ഒരു 10-50 അല്ല 100 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഇതാരെങ്കിലും ഓർക്കൂല, സ്വാഭാവികം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഉസ്മാൻ റളിയല്ലാഹു നമ്മൾ ഓർക്കണില്ലേ? അലി റളിയല്ലാഹു അൻഹു ഓർക്കണില്ലേ? മുഹമ്മദ് നബിനെ ഓർക്കണില്ലേ? ഈ കിതാബിന്റെ മുസന്നിഫീങ്ങൾ നമ്മൾ ഓർക്കണില്ലേ? ഇനി പോട്ടെ, ഓലൊക്കെ പോട്ടെ, ഹിറ്റ്ലർ നമ്മൾ ഓർക്കണില്ലേ? എത്ര ആൾക്കാരൊക്കെ വന്നതാണ്. ഹിറ്റ്ലർ നമ്മൾ ഓർക്കണില്ലേ? എന്താ ഓർക്കാൻ കാരണം? എന്താണ്? കുറെ ആൾക്കാരാണ്, ശരിയാണ്, കുറെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർക്കണത്. അപ്പൊ നമ്മളിവിടെ ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ. ഇപ്പൊ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ഇവിടെ തർക്കിയലാണ്. ഈ 8 കൊല്ലം ജീവിച്ചു പോയിട്ട് ഒരു അടയാളപ്പെടുത്തലില്ലാതെ പോയിട്ട് ഞാനൊക്കെ ഇവിടെ ഫുള്ള് അടയാളപ്പെടുത്തല. ഇനി മറക്കാൻ കൂടി ഇവിടെ അടയാളം, അങ്ങനത്തെ അടയാളം ഇവിടെ പെടുത്തി കഴിഞ്ഞാണ്. അപ്പോ നമ്മളൊരു അടയാളപ്പെടുത്തൽ നടത്തൽ മസ്റ്റ്. അവിടെ നമ്മളൊരു പക്ഷേ പ്രസംഗമാണെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് എന്ത് എടുക്കാം. പക്ഷെ പ്രസംഗമാണെന്ന് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം. നമ്മളെത്ര കഴിഞ്ഞാലും നമ്മളെ കുറച്ച് കാര്യം ഞാൻ ഓനെ പോലെ തന്നെ അല്ലേ ഇനിയല്ലേ അല്ലേ, ഓനങ്ങനെ ഭയങ്കര പ്രസംഗിനിട്ടോ പറയും, അതേ ഉണ്ടാവുക. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും ഞമ്മളെ ഒരാൾ കൂടെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര അടുത്ത സുഹൃത്തായിരിക്കും. അപ്പോൾ ഓനെ കാര്യം പറയാം, ഞാൻ ചെയ്തോട്ടോ പറയാം. അങ്ങനെയുള്ളവർ ഭയങ്കര നമുക്ക് ഓനെ പിടിച്ചോ, ഓനെ എന്താക്കി അറിയാം, ഓനൊപ്പരം കൂട്ടിക്കോളി, അത് നല്ലേ. കാരണം എന്താ അറിയാം, ഇപ്പോൾ ഞാനൊരു സ്റ്റോറിയല്ല ശരിക്കും നടന്ന സംഭവം കേട്ടോ. ഒരു KSRTC കുറച്ച് ആൾക്കാർ ഇങ്ങനെ രാത്രി ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ ചോദിക്കാം, ടിക്കറ്റ് ചോദിച്ച് ഇങ്ങനെ വന്നിട്ട് കണ്ടക്ടർ ചോദിച്ച് ഞാനൊരു ടിക്കറ്റ് ഒന്നും എടുക്കാൻ ചെല്ലെന്ന് ചോദിച്ചു. ടിക്കറ്റ് ഒന്നും എടുക്കാൻ ചെയ്യാറ്. അപ്പോൾ കുറച്ച് ഉണ്ട് അയാൾ മുമ്പ് പോയി ഇരുന്നിട്ടോ. കണ്ടക്ടർ അങ്ങനെ മുമ്പ് പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ കണ്ടക്ടർ പറയണം, ഒരാൾ ബാക്കിൽ ഞാനുണ്ട്. എടോ അന്നോടല്ലോ പറഞ്ഞത്, ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെ കണ്ടക്ടർ ചോദിച്ചിട്ട് ചൂടായി പറഞ്ഞ എന്താണോ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് കേൾക്കാത്തോണ്ടാണ് ഞാൻ കുറെ വട്ടം ചോദിച്ചില്ലേന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ അവസാനം കണ്ടക്ടർ തട്ടിട്ട് പറഞ്ഞു, സാരില്ല കേട്ടോ, നമ്മൾ പ്രശ്നമില്ല, ടിക്കറ്റ് എടുത്തോ. ഓർമ്മണ്ടാ? നീച്ച് ഞാൻ കണ്ടോ, ഓർമ്മ ഉണ്ട് നീച്ച് വാ. നീ ഓർമ്മ കണ്ടാ? ഇത് കണ്ടാ? ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞപ്പോൾ ആരും പേടിച്ചിട്ടില്ല. ചെയ്യും. അപ്പൊ നമ്മളൊരാളെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ മോട്ടിവേഷൻ അത് കേൾക്കണമെങ്കിലും വേണം വേറൊരു മോട്ടിവേഷൻ. ചിലപ്പോൾ ഭയങ്കര ഇതായിരിക്കും. ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഉറങ്ങിയില്ല, അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് മുതൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണ്ടേ. ഇപ്പൊ ഞാൻ അവനെ പുറത്ത് കിട്ടിയിട്ട് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, പോയിരുന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. ബേക്കുന്ന ഒരാൾക്കാർ പിടിക്ക് ഓനെങ്ങനെ വിളിച്ചു, ഓന്റെ പേരെന്താണ്? സോലി, എല്ലാരും പിടിച്ചോ, വിളിച്ചോ, സോലി. പോട്ടെ, സോലി കടന്നു വരൂ. പോറ്റെ സോലി കടന്നു വരൂ. അതന്നെ അയ്യനെ നോക്കിയാളെ കൊടുത്തോ, ഒരു തക്ബീർ എടുത്തോളി. അല്ലാഹു അക്ബർ. പോട്ടെ സോലി വാ. അത് സാരില്ല, നമ്മളെന്നെ ഉള്ളൂ. പോറ്റെ അല്ലാഹു അക്ബർ.
സോലി കുറച്ച് നേരം എൻ്റെ ഒപ്പരത്ത് ഇങ്ങനെ ഇരുന്ന അല്ല സോലി ഇവിടെ ഇരുന്നോ അതല്ലേ. സോലിയാണ് നമ്മളെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ്.